ഹലോ ഗായ്സ്, എൻ്റെ പേര് ഷിനു കെ ജെ. ഞാനൊരു ACCA അഫിലിയേറ്റ് ആണ്. വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൽ ഞാനാണ് നിങ്ങൾക്ക് ടാക്സേഷൻ പേപ്പർ എടുക്കുന്നത്. ഇനി നമ്മുടെ ടാക്സേഷൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 100 മാർക്സിലാണ് നമുക്ക് എക്സാം വരുന്നത്. കമ്പയറിംഗ് ടു അതർ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ടാക്സേഷനാണ് ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ളത്. ഇനി നമ്മുടെ ടാക്സേഷൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ടാക്സ് ലോസ് ആണ് പഠിക്കാനുള്ളത്. ടാക്സ് ലോസ് നന്നായിട്ട് പഠിക്കുക, അത് നമ്മൾ അപ്ലൈ ചെയ്യാനും കൂടെ അറിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാക്സിൻ്റെ എക്സാം ഫോർമാറ്റിലേക്ക് പോവാം. അതിന് മുന്നായിട്ടൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ടാക്സിൽ പല വേരിയൻ്റ് അവൈലബിൾ ആണ്. ACCA ടാക്സേഷൻ പേപ്പറിൽ നമുക്ക് പല വേരിയൻസ് അവൈലബിൾ ആണ്, പല കൺട്രീസിലെ വേരിയൻസ് അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്നത് UK ടാക്സ് ആണ്. അതിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത്, UK വേരിയൻ്റ് ആണ് ടാക്സേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മുടെ എക്സാം ഫോർമാറ്റിലേക്ക് വരികയാണെങ്കിൽ എക്സാമിന് നമുക്ക് 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. സെക്ഷൻ എയിലോട്ട് വരുമ്പോൾ നമുക്ക് MCQs ആയിരിക്കും വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പറയും. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 30 മാർക്സിലാണ് സെക്ഷൻ A വരുന്നത്. ഇനി ഈ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കരുതിയാൽ നമ്മൾ പഠിപ്പിക്കുന്ന ടാക്സിൻ്റെ ഹോൾ സിലബസിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ഈ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ ബിയിലോട്ട് വരാണെങ്കിൽ നമുക്ക് വരുന്നത് കേസ് സിനാരിയോസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ OT കേസ് എന്നും പറയും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കേസ് സിനാരിയോ തന്നിട്ടുണ്ടാവും, അതായത് ഒരു വലിയൊരു പാരഗ്രാഫ് തരും. അതിൻ്റെ താഴെ ഈ ഒരു സിനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ OT കേസ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 3 OT കേസസ് ആയിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക. ഇനി ടോട്ടൽ ഒരു OT കേസിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വെച്ച് 3 അങ്ങനെ 15 ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിൽ ഉണ്ടാവും. അതും നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ടോട്ടൽ സെക്ഷൻ B 30 മാർക്സിലാണ് വരുന്നത്. ഇനി ഈ 3 OT കേസിലും നമ്മൾ കോമൺലി ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്ന് വരും, ഒന്ന് ഇൻഹെറിറ്റൻസ് ടാക്സിൽ നിന്ന് വരും, ഒന്ന് വാറ്റിൽ നിന്ന് വരും, അതായത് വാല്യൂ ആഡഡ് ടാക്സിൽ നിന്ന് വരും. ഈ 3 ഏരിയയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇതുവരെ നമ്മൾ കണ്ട പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് OT കേസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി അങ്ങനെ Aയും Bയും കൂടെ ചേർന്ന് ടോട്ടൽ 60 മാർക്സിനായിരിക്കും നിങ്ങൾക്ക് MCQs അല്ലെ OT കേസ് എല്ലാം കൂടെ വരുന്നത്. ബാക്കി 40 മാർക്സിന് നമുക്ക് സെക്ഷൻ സിയിലോട്ട് വരുമ്പോൾ കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുകിൽ എക്സലിൽ അല്ലെങ്കിൽ വേർഡിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഈ 40 മാർക്സിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഉള്ള 2 ക്വസ്റ്റ്യനും ഈച്ച് 15 മാർക്സിനായിരിക്കും വരുന്നത്. ഇനി ഫസ്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിലബസിൻ്റെ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ബാക്കി 2 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നും രണ്ടാമത് നിങ്ങളുടെ കോർപ്പറേഷൻ ടാക്സിൽ നിന്നും ആയിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എക്സാം ഫോർമാറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ആയിരിക്കും നമ്മുടെ ടാക്സിന് വരിക എന്ന് വെച്ചാൽ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് ഏരിയ നോക്കാം. നമ്മുടെ UK ടാക്സേഷനിൽ നമുക്ക് മെയിനായിട്ട് 5 ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്. ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ്, വാറ്റ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത്. കുറച്ച് വൈഡ് ഏരിയ ആണ് നമുക്ക് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഈ 5 ഏരിയാസ് ആണ് നമുക്ക് അപ്ലൈഡ് സ്കിൽ ലെവലിൽ പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടാക്സിലേക്ക്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു UK ടാക്സ് സിസ്റ്റം. നമുക്കറിയാം
ഇന്ത്യയിൽ നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യുന്നതും ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേഷനും കൺട്രോളും ടാക്സ് ലോസും എല്ലാം ഡീൽ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ യു കെയിൽ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാം കൺട്രോൾ ചെയ്യുകയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ് HMRC എന്ന്. HMRC എന്ന് പറയുമ്പോൾ ഹിസ് മജസ്റ്റീസ് റവന്യൂ ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ യു കെയിൽ ആരാണ് ടാക്സുമായിട്ട് ഗവൺമെന്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? HMRC, അതായത് ഹിസ് മജസ്റ്റീസ് റവന്യൂ ആൻഡ് കസ്റ്റം. അവരായിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്പ് ഓഫ് ടാക്സസിനെ കുറിച്ച്. നമുക്ക് 2 ടൈപ്പ് ഓഫ് മെയിനായിട്ട് ടാക്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഇനി ഡയറക്റ്റ് ടാക്സ് എന്താണ്? ഡയറക്റ്റ് ടാക്സ്, എ ടാക്സ് പെയർ പേസ് ഡയറക്റ്റ് ടാക്സസ് ഡയറക്ട്ലി ടു HMRC. ഒരു ടാക്സ് പെയർ HMRCയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വല് ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സൺ അയാൾക്ക് കിട്ടുന്ന സാലറിയുടെ മുകളിൽ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് പേ ചെയ്യും. ഇൻകം ടാക്സ് എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അവിടെ വേറൊരാൾ ത്രൂ ആണോ ആ ഒരു ഇൻഡിവിജ്വൽ ടാക്സ് പേ ചെയ്യുന്നത്? അല്ല, ആ ഇൻഡിവിജ്വൽ ഡയറക്ട്ലി, ആ ഇൻഡിവിജ്വലും HMRC നമ്മൾ എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അവർ ഡയറക്റ്റ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ടാക്സ് ആദ്യം ഫയൽ ചെയ്യും, റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടാക്സ് എന്ത് ചെയ്യും? എത്രയാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ആ ടാക്സ് പേ ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യും. ഇനി നമുക്ക് അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ഇടയ്ക്ക് ഇൻഡിവിജ്വലും HMRCയും അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി പല ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നമുക്ക് പഠിക്കാനുള്ള 4 ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. ഒന്ന് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ പ്രോഫിറ്റിൽ നിന്ന് ആ ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട ടാക്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് ഞാൻ സെയിൽ ചെയ്തു. ഞാൻ ലാൻഡ് ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, ഞാൻ എൻ്റെ ഒരു കാർ ആകട്ടെ, ഞാനൊരു സാധനം, ഒരു അസറ്റ്, എൻ്റെ ഒരു അസറ്റ് ഞാൻ സെയിൽ ചെയ്തു. ആ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ HMRCക്ക് പേ ചെയ്യേണ്ട ടാക്സിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, ആ എമൗണ്ടിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഞാൻ ടാക്സ് പേ ചെയ്യണം. ആ ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഇൻഹെറിറ്റൻസ് ടാക്സ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു അധികം ഫെമിലിയർ ആവാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്കറിയാം, നമ്മുടെ പാരൻസ് ഒക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാലശേഷം നമുക്ക് എന്ത് ചെയ്യും? അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് തരും, മക്കളായ നമുക്ക് തരും. അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒരു ടാക്സ് പേ ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ, ഒരു ഫാദർ തൻ്റെ മകന് ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ മരണശേഷം ആവട്ടെ, ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ HMRCക്ക് എന്ത് ചെയ്യണം? ഒരു ടാക്സ് പേ ചെയ്യണം. ആ ടാക്സിന് നമ്മൾ പറയുന്ന പേരാണ്, HMRC പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന്. ഓക്കെ അല്ലേ? അടുത്താണ് കോർപ്പറേഷൻ ടാക്സ്. കോർപ്പറേഷൻ ടാക്സ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ മുകളിൽ പേ ചെയ്യേണ്ട ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയണ്ടേ? കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ്, ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാ? ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്. ഇൻകം ടാക്സ് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഇൻകത്തിൻ്റെ മേളിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ മേളിൽ പേ ചെയ്യുന്നതിനാണ് ഇൻകം ടാക്സ്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടാക്സിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുമ്പോഴോ മരിക്കുമ്പോഴോ ഒരു അസറ്റ്
ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യേണ്ടതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത്. അടുത്തത് കോർപ്പറേഷൻ ടാക്സ് വിച്ച് ഈസ് ചാർജ്ഡ് ഓവർ കമ്പനീസ് പ്രോഫിറ്റ്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ ടാക്സ് പെയർ ഡയറക്റ്റ് ആയിട്ട് HMRCക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്തായിരിക്കും? ടാക്സ് പെയർ ഡയറക്റ്റ് അല്ല HMRCന്റെ കയ്യിലേക്ക് അവർ ടാക്സ് പേ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു TV വാങ്ങി, ഒരു ടെലിവിഷൻ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ പേ ചെയ്യണം? GST. ഇന്ത്യയിലെ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? GST പേ ചെയ്യണം. ആ നമ്മൾ GST ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി പേ ചെയ്യുകയാണോ ചെയ്യാറ്? അല്ല. നമ്മുടെ റീറ്റെയിൽ ഷോപ്പ്, നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്, ആ ഷോപ്പിന്റെ ഓണറിന്റെ കയ്യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ടാക്സ് പേ ചെയ്യുന്നത്. ആ ഓണർ ആയിരിക്കും അത് പിന്നെ GST റിട്ടേൺ ഫയൽ ചെയ്ത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേയ്മെന്റ് നടത്തുന്നത്. അങ്ങനെ ഇടയ്ക്കൊരു ഇന്റർമീഡിയറി വന്ന് നടക്കുന്ന ഒരു ടാക്സ് കളക്ഷനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? GST ആണ്. ഇത് അൾട്ടിമേറ്റ്ലി ആരുടെ തലയിലാണ് ഈ ബേർഡൻ ഇരിക്കുന്നത്? സെല്ലറുടെ തലയിലാണോ? അല്ല. ഇത് വാങ്ങുന്നതായ നമ്മളെ പോലെയുള്ള കോമൺ കൺസ്യൂമേഴ്സിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? ഇതിന്റെ ടാക്സ് ബേർഡൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ടാക്സ് HMRC നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ട് ടാക്സ് പേ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതുമുണ്ട്. ഇനി ഇതുപോലെ UK അവർ ഫോളോ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. അവിടുത്തെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ മുകളിൽ അവർ പേ ചെയ്യേണ്ട ടാക്സ് ആണ് വാറ്റ് എന്ന് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ബേസിക് ഐഡിയ ആയോ? ബേസിക് കാര്യങ്ങളാണ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ സെർട്ടൻ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് പഠിച്ചു. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിളും പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടാക്സിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ടാക്സ് ഇയർ. എന്താണ് ടാക്സ് ഇയർ? നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന എന്താണ്? 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെ അല്ലേ? UK അതിനൊരു ടാക്സ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 6 ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം 5 ഏപ്രിൽ വരെയാണ് യുകെയിലെ ടാക്സ് ഇയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന കറന്റ് ടാക്സ് ഇയർ എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കേണ്ട ടാക്സ് ഇയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2024-25 ടാക്സ് ഇയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 2024-25 ടാക്സ് ഇയർ എന്ന് പറയുമ്പോൾ എപ്പോൾ മുതൽ എപ്പോൾ വരെ ആയിരിക്കും? 6 ഏപ്രിൽ 2024 to 5 ഏപ്രിൽ 2025. ഇതായിരിക്കും നമ്മൾ പഠിക്കേണ്ട ടാക്സ് ഇയർ എന്ന് പറയുന്നത്. എന്ന് മുതൽ നമ്മുടെ ടാക്സ് ഇയർ എന്ന് പറയുന്നത് 2024-25, ദ ഇയർ ഫ്രം 6 ഏപ്രിൽ 2024 to 5 ഏപ്രിൽ 2025. ഇനി അതുപോലെ നമ്മൾ പഠിക്കുന്ന ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? FA 2024. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഇത് എക്സാമിന് നിങ്ങൾക്ക് MCQസിൽ ചോദിക്കാറുണ്ട്. 2 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടാക്സ് ഇവേഷൻ ആൻഡ് വാട്ട് ഈസ് ടാക്സ് അവോയ്ഡൻസ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ടാക്സ് ഇവേഷൻ, അല്ലെങ്കിൽ എന്താണ് ടാക്സ് അവോയ്ഡൻസ്? ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. The term tax evasion summarizes any action taken to avoid or reduce tax by illegal means. ഇല്ലീഗൽ മീൻസിലൂടെ, അതായത് ലീഗൽ അല്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ ടാക്സ് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനോ ശ്രമിക്കുന്ന കാര്യത്തിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ഇല്ലീഗലായിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റീനെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, എനിക്കൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ എനിക്ക് ഈ വർഷം 1 lakh പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഞാൻ എൻ്റെ റെക്കോർഡ്സിൽ എന്ത് ചെയ്യാണ്? അതിൽ 50,000 മുക്കി.
അതായത് 50,000 മാറ്റിയിട്ട് ഞാൻ 50,000 മാത്രമേ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, എഴുതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അറിഞ്ഞുകൊണ്ട് HMRCനെ പറ്റിക്കുകയാണ്. ഞാൻ ഇൻഫോർമേഷൻസ് സപ്രസ് ചെയ്യാണ്, ഫോൾസ് ഇൻഫോർമേഷൻ HMRCക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഞാൻ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്യുക, ഒരു ബിൽഡിങ് വിൽക്കുകയാണ്, സെയിൽ ചെയ്യാണ്. സെയിൽ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാക്സ് പേ ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പേ ചെയ്യണം. അപ്പം ഞാൻ ഈ വിറ്റ കാര്യം HMRCയിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തു. അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? അറിഞ്ഞുകൊണ്ട് എൻ്റെ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ അല്ലെ എൻ്റെ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അറിഞ്ഞുകൊണ്ട് ഇൻഫോർമേഷൻസ് മാറ്റി വെക്കുകയാണ് HMRCയുടെ മുന്നിൽ നിന്ന്. അതിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്. അത് ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ അല്ലെ ഫൈന് അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ടാക്സ് ഇവേഷനും കൊണ്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ള ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയാം. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്, ടാക്സ് അവോയ്ഡൻസ് ഈസ് യൂസിങ് ദ ടാക്സേഷൻ റെജീം ടു വൺസ് ഓൺ അഡ്വാൻറ്റേജ് ബൈ അറേഞ്ചിങ് യുവർ അഫയേഴ്സ് ടു മിനിമൈസ് യുവർ ടാക്സ് ലയബിലിറ്റി. ദിസ് can also be referred to as tax plan. അതായത് നമുക്കറിയാം ടാക്സ് എന്താണ്, ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ടാക്സ് ലോസിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ലയബിലിറ്റി, ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്നതിനെയാണ് ഞാൻ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്ത, UK ടാക്സ് റൂൾ അനുസരിച്ച് ഞാനൊരു ചാരിറ്റിയിലേക്ക്, അതിന് ക്രൈറ്റീരിയ ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഞാനൊരു ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടാക്സ് റിലീഫ് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിലേക്ക് ഇൻകത്തിന് 40% കൊടുക്കേണ്ട സ്ഥാനത്തിന് എനിക്ക് ചിലപ്പോൾ 20% ടാക്സ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും ജോയിൻ്റ് അക്കൗണ്ടാണ്, ഈക്വലി എൻ്റെ അസറ്റ് ഡിവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എനിക്ക് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഇങ്ങനെ, അല്ലെങ്കിൽ ISA ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? എനിക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനോ ഡിവിഡൻറ്റിനോ ഞാൻ ടാക്സ് കൊടുക്കണ്ട. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ടാക്സ് ലോയിലെ ലൂപ്പ് ഹോൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ടാക്സ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല, ഒരു ലീഗൽ ആക്ടിവിറ്റി. ഞാൻ അതിലെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് എൻ്റെ ടാക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് എന്താണ്? ഒരു ലീഗൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് June 2015 നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്? ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, ടാക്സ് ഇവേഷനെ ടാക്സ് അവോയ്ഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റത്തെ എയിൽ പറയുന്നത്, ബോത്ത് ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ് ആർ ഇല്ലീഗൽ. ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമുക്ക് മനസ്സിലായി ടാക്സ് ഇവേഷന് ഇല്ലീഗലാണ്, ടാക്സ് അവോയ്ഡൻസ് എന്താണ്? ലീഗൽ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ മനസ്സിലായി ഓപ്ഷൻ എ അല്ലാന്ന്. ഓപ്ഷൻ ബിയിലോട്ട് വരുമ്പോൾ ടാക്സ് ഇവേഷൻ ഈസ് ഇല്ലീഗൽ, ടാക്സ് ഇവേഷൻ ഇല്ലീഗലാണ്, അത് കറക്റ്റാണ്. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. വേറാസ് tax avoidance involves the minimization of tax liability by the use of any lawful means. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ലോഫുൾ മീൻസ് വെച്ചിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റീനെ മിനിമൈസ് ചെയ്യുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ടാക്സ് ഇവേഷൻ ഇല്ലീഗലാണ്, ടാക്സ് അവോയ്ഡൻസ് എന്താണ്? ലോഫുൾ മീൻസ് വെച്ചിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി ബാക്കി രണ്ടും കൂടെ നമുക്ക് നോക്കാം. ബോത്ത് ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ് ആർ ഇല്ലീഗൽ. ഫസ്റ്റ് തന്നെ മനസ്സിലായി കറക്റ്റ് അല്ല, ആ പോയിന്റ് എന്താണ്? തെറ്റാണ്. ഇനി ലാസ്റ്റ് നോക്കാം. ടാക്സ് അവോയ്ഡൻസ് ഈസ് ഇല്ലീഗൽ. നമ്മൾ ടാക്സ് അവോയ്ഡൻസ് ഇല്ലീഗലാന്ന് പറഞ്ഞോ? ഇല്ല. ടാക്സ് അവോയ്ഡൻസ്
ലീഗലാണ് ലോഫുൾ മീൻസ് വെച്ചിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബി ആണ് നമുക്ക് കറക്റ്റായിട്ട് ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടാക്സിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഗൈസ്.